പ്രൈസ് ദി ലോർഡ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് രാജാവിനെക്കുറിച്ചും അദ്ദേഹത്തിന് വന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. തൻ്റെ നേരെ 3 പ്രബല ശക്തികൾ യുദ്ധത്തിന് വന്നു. 3 രാജ്യങ്ങൾ, 3 രാജാക്കന്മാർ. അവർ കൂട്ടത്തോടെ യുദ്ധത്തിന് വന്നപ്പോൾ താൻ ചെയ്ത ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്, തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, ഇവരോട് എതിർക്കാനുള്ള ശക്തി എനിക്കില്ല, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തനിക്ക് കൊടുത്ത ചില മറുപടികൾ താഴെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവം ഇപ്രകാരം തന്നോട് പറയുന്ന ഒരു ഭാഗമുണ്ട്: ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ട ആവശ്യമില്ല, യുദ്ധം യഹോവയുടേതാണ്. ദൈവം വളരെ വ്യക്തമായി ഈ രാജാവിനോട് പറഞ്ഞ വാക്കിതാണ്: പ്രശ്നം നിൻ്റെ നേരെ വന്നെങ്കിലും ഈ പ്രശ്നത്തെ ഞാൻ ഏറ്റെടുത്തു, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, നീ അതിനകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ രാജാവിന് നല്ല ധൈര്യമായി. കാരണം എൻ്റെ പ്രശ്നം ദൈവത്തോട് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവം എൻ്റെ പ്രശ്നത്തെ ഏറ്റെടുത്തിട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞു: ഇനി പ്രശ്നം നിൻ്റേതല്ല, പ്രശ്നം എൻ്റേതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളും ദൈവം ഏറ്റെടുക്കും. ദൈവം എൻ്റെ പ്രശ്നം ഏറ്റെടുത്താൽ പിന്നീട് അതെൻ്റെ പ്രശ്നമല്ല, ദൈവത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ ദൈവത്തിനറിയാം. നമ്മൾ പലപ്പോഴും പ്രശ്നത്തിലാകുമ്പോൾ നമ്മൾ അതെടുത്ത് തലയിൽ വയ്ക്കും, നമ്മൾ ഇതിനകത്ത് ആകുലരാകും. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ദൈവത്തോടങ്ങ് കൊടുക്കുക, കർത്താവിനോട് പറയുക. ദൈവത്തോട് പറയുമ്പോൾ ദൈവം അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ദൈവത്തിൻ്റെ പ്രശ്നമാണ്. ആ അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ അവരോട് പറയുന്ന മറ്റൊരു വാക്കുണ്ട്: നിനക്കെതിരെ കടന്നു വരുന്ന ശത്രു ഇതാ കയറി വരുന്നുണ്ട്. ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന ആ അത്ഭുതം നീ കാണാൻ പോവുക, രക്ഷ കാണാൻ പോവുക. അല്ലെങ്കിൽ പറഞ്ഞ വാക്കിൻ്റെ ആശയം ഇതാണ്: നീ പോയി യുദ്ധം കണ്ടോ. യഹോശാഫാത്ത് രാജാവ് തൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ട് പാട്ടുപാടാനായിട്ട് ഒരു പ്രത്യേക സംഗീത വിഭാഗത്തെ ഒരുക്കിക്കൊണ്ട് ഈ യുദ്ധം കാണാൻ പോയി. അവിടെ അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രകാരം ഒരു വചനം കാണുന്നുണ്ട്: അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ ദൈവം ശത്രുക്കളെ ഇല്ലാതാക്കി. ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം: ശത്രു ഇല്ലാതായിട്ടല്ല പാടിയത്. ശത്രു കയറി വരുന്ന കണ്ടപ്പോൾ പാട്ട് പാടിയതിൻ്റെ കാരണം തനിക്കൊരു കാര്യം മനസ്സിലായി: യുദ്ധം ദൈവത്തിൻ്റേതാ, ദൈവം ഹാൻഡിൽ ചെയ്തോളും, ഞാൻ പിന്നെ ആ വിഷയത്തിൽ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. എന്നെ സഹായിക്കാൻ ഒരു ദൈവം ഉണ്ടെങ്കിൽ, ആ ദൈവം ഒരു വാക്ക് തന്നെങ്കിൽ ഞാൻ പിന്നെ ഭാരപ്പെടണ്ട. എൻ്റെ ദൈവം എൻ്റെ വിഷയം ഏറ്റെടുത്താൽ ആകുലതയില്ലാതെ വിഷയത്തെ നോക്കിക്കൊണ്ട് അതുള്ളപ്പോൾ തന്നെ പരിഹരിക്കപ്പെടും മുമ്പ് തന്നെ പാട്ടുപാടി സന്തോഷത്തോടെ ജീവിപ്പാൻ നമുക്കിടയാകും. വലിയവനായ കർത്താവ് നമുക്കതിനെ ഇടയാക്കട്ടെ. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലസ് യു.